എന്താ ഈ കുറെ നേരം അപ്പത്തെ തള്ളുകാരെ പരിപാടിക്കണം ഞാൻ തള്ളണം. So most welcome. Thank you. ഹായ് എവ്രി വൺ, ഇമ്രാൻ യൂട്യൂബ് ചാനലിൽ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റിൽ കുറേ ലോകത്തുള്ള അവിടെ ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റും അതുപോലെ വളരെ ഹാപ്പിനെസ് ഓവർലോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഇന്ന് നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞോ. കാരണം അവര് കാണുന്നവര് വിചാരിക്കും ചിലപ്പോ വളരെ കാഷ്വലായിട്ട് വരുന്നില്ല എന്താണോ അങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതെ, അപ്പൊ ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആരാണ് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ വ്യക്തി തന്നെ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ലാലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം. അപ്പൊ ഇതൊരു ഇന്റർവ്യൂ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ലാലിനെ ഒരു എന്താ പറയാ അറൗണ്ട് ഒരു 10 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആക്ച്വലി ഇവളെൻ്റെ അടുത്ത് ഇന്റർവ്യൂ അല്ലെങ്കിൽ എൻ്റെ ജീവിതകഥയൊക്കെ പറയാം, അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ പറയാം, എൻ്റെ പാസ്റ്റ് പറയാം. അതിന് മാത്രമുള്ള വലിയ സ്റ്റോറി ഒന്നും ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ കൺസിസ്റ്റന്റ് ആയ പരിശ്രമമായിരിക്കും സക്സസ് സ്റ്റോറി ആവില്ല. സക്സസ് സ്റ്റോറി ഉപരിയായിട്ട് ഒരു യങ് ഏജിൽ ബിസിനസ്സിനോട് ഇത്രയും താല്പര്യം കാണിക്കും. മേ ബി എന്നെ കുറിച്ച് അങ്ങനെ പറയാം. അതായത് എന്നെ കുറിച്ച് ബാക്കിയുള്ള കേട്ടല്ല ഞാൻ തന്നെ ചിന്തിക്കുന്നത്. കുറെ കാലമായിട്ട് എന്താ സ്ട്രഗിൾ ഉണ്ടെങ്കിലും ബിസിനസ്സിൽ നിന്ന് മാറി ഇനി ഇത് മടുത്തു, ഇനി ജോലിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ വിദേശത്ത് പോവാം അങ്ങനത്തെ തീരുമാനം ഞാൻ ഇതുവരെ എടുക്കൂല. അത് വലിയൊരു അങ്ങനെ അതുമാതിരി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് പോയിട്ടുണ്ട്. നേരിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോഴൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ അതിനേക്കാൾ ഫാർ ബെറ്ററിലാണ് ഞാൻ നിൽക്കണതുകൊണ്ട് ആ ഒരു ഡിസിഷൻ ഒരിക്കലും പറ്റില്ല. സോ എന്നെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ലാലിനാണ് എൻ്റെ പേര്. തൃശ്ശൂരിലാണ് മൊത്തം ജനിച്ചത് വളർന്നതൊക്കെ. ഇതിൽ ഇവിടെ പരിചയപ്പെടുത്തൊക്കെ വളരെ ആകർഷകമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് അന്ന് ഞാനൊരു ഓഫീസിൽ നടത്തുണ്ടായി. അപ്പോൾ അതിലേക്കൊരു ട്രെയിനറെ സപ്പോർട്ട് കാണാനും അങ്ങനെയാണ് ഇവിടെ വിളിച്ചത്. അപ്പോൾ പുള്ളി എനിക്ക് പരിചയപ്പെടുത്തി വേറൊരു വൈദ്യുതി എന്ന് പറഞ്ഞൊരു വലിയൊരു മനുഷ്യനെ പേര്. അങ്ങനെ ആള് ഇവിടെ കൂടെ ഞങ്ങൾ ഒരുമിച്ചൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഞങ്ങളെണ്ണം തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതൊരു സസ്പെൻസ് അല്ലേ, സസ്പെൻസ് കൊടുക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് നിന്റെ ഒരു ഇന്റർവ്യൂ വേണം. ഞാൻ ആദ്യം എത്തി ഭയങ്കര ഹാപ്പി ആയി ഞാൻ. കാരണം ഇതാണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയതില് ഏറ്റവും നല്ലൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മൂവ്സ് എന്ന ഓർഗനൈസേഷന്റെ CEO. അതാണ് എനിക്ക് അവിടെ ഓഡിയൻസിന് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞൊരു പ്രസൻസ് അങ്ങനെയാണ്. എല്ലാവരും സ്മാർട്ട് മൂവ്സിലൂടെയാണ് നമ്മുടെ ഫേസ് കുറേശ്ശെങ്കിലും ആളുകളിലേക്ക് എത്തി തുടങ്ങിയത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റും അതിന്റെ ഒരു സക്സസും അതിന്റെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സിനൊക്കെ ലാലിന്റെ കോൺട്രിബ്യൂഷൻ ജോലി അന്വേഷിക്കുന്ന ആർക്കും അറിയാവുന്ന ഒരു വ്യക്തി. അതെ അതെ കറക്റ്റ് ആണ്. അത് കറക്റ്റ് അല്ല, അതൊക്കെയാണ് എന്റെ ലക്ഷ്യം. അങ്ങനെയൊക്കെ പറയണ. അതായത് ഞാൻ ഈ ട്രെയിനറായിട്ട് കുറെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നപ്പോ ട്രെയിനിങ് എടുക്കും, പിള്ളേർക്കൊക്കെ കുറെ സ്വപ്നങ്ങളൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് ആ ജോലി ഈ ജോലി ഇത്ര ലക്ഷം ശമ്പളം അങ്ങനെ അന്വേഷിച്ച സമയത്തും ഇത് ജോലി കൊടുക്കുന്ന ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാം. ആ സമയത്താണ് എനിക്ക് ലാലിന്റെ കോൾ വന്നത്. ഭയങ്കര സ്ട്രഗിളാണ് ആക്ച്വലി. ജോലി കൊടുക്കാൻ വലിയൊരു കാര്യം. അത് എളുപ്പമല്ല നമ്മുടെ നാട്ടിൽ. സാറ്റിസ്ഫൈ ഒരാള് അത് സാറ്റിസ്ഫൈഡ് വലിയൊരു ടാസ്ക്കാണ്. അപ്പൊ ആ ടാസ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ചുകൾ ചെയ്യും. എന്നിട്ട് അവരെ ഒക്കെ ഈ പറഞ്ഞതുപോലെ അവർ കുറെ പേര് എത്രയോ ടെസ്റ്റിമോണിയൽസ് സ്മാർട്ട് മൂവ്സിന്റെ ഒഫീഷ്യൽ പേജ് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റോറി തന്നെയാണ് കേരളത്തിലെ എല്ലാ ഭാവിയിൽ ഇൻസ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ എന്റെ ഇന്റർവ്യൂ ഒന്നുകൂടെ നിന്റെ ചാനലിൽ വരും. അതെ, അന്നായിരിക്കും ചിലപ്പോൾ ഇത് മില്യണൊക്കെ ആവാൻ പോകുന്നത്. നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ജോലി അന്വേഷിച്ച് നടന്ന ഒരാൾക്ക് പോലും ഈ മുഖം പരിചയമില്ലാത്തതുണ്ടാവും. ജോലി അന്വേഷിക്കുന്നവർ വേറൊരു നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ ഡയലോഗുകൾ എപ്പോഴും കേൾക്കാനായിട്ട് എനിക്ക് പറ്റുന്നത് ജോലി അന്വേഷിക്കുന്നവരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ അവസരം അവർ പറയുന്നത്. പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് തൊഴിലാളികളുടെ മധ്യസ്ഥൻ. ഓക്കെ, അപ്പൊ ഇനി വേറെ ആരെങ്കിലും നമ്മുടെ സ്മാർട്ട് മൂവ്സ് വഴി ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അവരൊന്ന് ലൈവ് ആക്കണം. അപ്പൊ ഈ ഇന്റർവ്യൂവിന് എത്ര ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത് അവർക്ക് ലൈവായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്നെനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇന്റർവ്യൂവിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് മൊത്തം. ഓക്കെ, അപ്പൊ ആ ചോദ്യത്തിനെ
അതായത് ബിസിനസ്സിന് വളരെ ഫോക്കസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് നാളെ ഉണ്ട്. നാളെ ഒരു നല്ലൊരു ബിസിനസ് ഉണ്ട്. പക്ഷെ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഫാമിലിയുടെ ഉള്ളിൽ ഇപ്പം വീട്ടില് ബ്രദറിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വൈഫിന്റെ വീട്ടില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി. ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞുതരാൻ ഞാൻ പറഞ്ഞത് വേണ്ട ആ സമയത്ത് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൈക്കൊക്കെ വലിച്ചെറിഞ്ഞു അങ്ങനെ ഇതൊന്നും കട്ട് ചെയ്യാത്ത ഒരു ഫുൾ എപ്പിസോഡാണ്. ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, ബിസിനസ് ഡീൽ അല്ലെങ്കിൽ ഒരു നല്ല ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈ ബിസിനസ് മീറ്റ് ആയിരിക്കുമോ നാളെ, അതല്ല ഈ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിൽ ബി ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫാമിലി ഫംഗ്ഷൻ ആ ഓപ്ഷൻ എടുക്കും. എന്നിട്ട് ഈ പ്രേക്ഷകർക്ക് കാണാം ഏതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അനിയന്റെ കല്യാണം, സ്വന്തം അനിയന്റെ കല്യാണം ഉണ്ട്, അപ്പുറത്ത് ഒരു ബിസിനസ് മീറ്റും ഉണ്ട്. ബിസിനസ് മീറ്റ് ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് റൂംസിന് ഒരു ഫോർ എക്സാമ്പിൾ ആ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം കല്യാണം ഉണ്ട്, പനീന്റെ മാരേജ് 12 കിട്ടും അങ്ങനെയൊക്കെ മേ ബി ആ ഒരു ഡേയിൽ ഇത് ഈ ലൊക്കേഷൻ ആലോചിച്ചാൽ മതി. ഒരെണ്ണം ബാംഗ്ലൂരാണോ ഒരെണ്ണം നാട്ടിലാണോ, അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ട് വീട്ടിലെ ഫംഗ്ഷൻ പക്ഷെ എന്റെ കസിൻ ആണെങ്കിൽ പോലും എന്റെ കസിൻസ് ആണ്, ഡയറക്റ്റ് കസിൻസ് ആണ്. അതായത് എന്റെ അമ്മയുടെ ആളുകളുടെ മകൻ അല്ലെങ്കിൽ ഡാഡിയുടെ അമ്മയുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതായത് അവർക്ക് അറിയാം, അതെ അവർക്ക് പുതിയ അറിവല്ല. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് പലരും അതുകൊണ്ട് വിഷമങ്ങളുണ്ട്, പലരും അത് നല്ലതെന്നുള്ളവരുണ്ട്. പൊതുവെ കേട്ടിട്ടുണ്ട് ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അതാണ്. ഞാൻ എന്റെ ഓൺ സർക്കിൾ, എന്റെ വീട്, അച്ഛനമ്മ, അനിയൻ, ചേട്ടൻ, അവരുടെ ഭാര്യ, മക്കള്, അതിനാണ് എനിക്ക് ഭയങ്കര പ്രയോറിറ്റി. എനിക്ക് മേ ബി ബിസിനസ്സിനേക്കാളും പ്രയോറിറ്റി കൊടുക്കും എനിക്ക് ചില കാര്യങ്ങൾ. അപ്പൊ അതിനപ്പുറത്തേക്കുള്ളതൊക്കെ എനിക്ക് ബിസിനസ് കഴിഞ്ഞിട്ടുള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ ബിസിനസിന് റിലേറ്റഡ് രണ്ടാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഓപ്ഷൻ എയും ബിയും എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളൂ. അതായത് ബിസിനസ് ഇൻ കേസ് കുറച്ച് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ ആണ്, വളരെ സക്സസ്ഫുള്ളി അതൊക്കെ ആയിട്ടുണ്ട്. ഇനോഗ്രേഷൻ ഒരുപാട് അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ലോസിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പുറത്തു നിന്ന് ഒരു ഓഫർ വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു കാനഡയിൽ നിന്നോ UK-യിൽ നിന്നോ പെർ മന്ത് ഒരു 10 ലക്ഷം രൂപ വരെ ഓപ്ഷൻ ഇതിനകത്ത് ബിസിനസ് നാട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് ഓപ്ഷൻ എ. അറിയണ്ടേ കണ്ടോ ഗൈസ്, അത്രയും അധികം ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ ആരുടെയും ഇൻസ്പിറേഷൻ എടുത്തില്ല, ഞാൻ സെൽഫ് ഡിസിഷനാണ്. എനിക്ക് പിന്നെ വേറെ കാര്യം ഞാൻ ആലോചിച്ചു, അതായത് ഇത്രയും നാളത്തെ എഫേർട്ട് ഞാൻ വിദേശത്ത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും സെൽഫ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എന്റെ വാശിയാണത്. ബിസിനസ് ഉണ്ടാക്കിയും കാശ് ഉണ്ടാക്കാൻ മാത്രമല്ല ലക്ഷ്യം. എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ബിസിനസ് ഉണ്ടാക്കി വളർന്നു. ഇതിന്റെ എക്സ്പാൻഷൻ വേണ്ടി പുറത്തേക്ക് പോകും, പക്ഷെ പുറത്ത് പോയിട്ട് ഇത് ചെയ്യലല്ല. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ പോലും ഡിസ്കഷൻ വരാനുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഓഫേഴ്സ് ഒരു 35 ഇയേഴ്സിന് മുൻപായിട്ട് അബ്രോഡ് പോകാനായിട്ട് വരുമ്പോൾ ഇതിനതൊന്നും വളരെ സില്ലി ആയിട്ട് ഈ ആവശ്യത്തിന് നാട്ടിൽ പൈസ ഉണ്ടാക്കാമല്ലോ എന്നൊരു കോൺഫിഡൻസ്. ഇതൊക്കെ ആരുടെ അടുത്ത് കിട്ടിയതാണ്? അതിന് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കാം? ആർക്കുമില്ല. അതിന്റെ ക്രെഡിറ്റ് എന്റെ പല ചിന്തകൾ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അത് കാര്യങ്ങളുണ്ടാവില്ല. അതെ. പക്ഷെ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ നാട്, ഞാൻ ജനിച്ചു വളർന്നു തൃശ്ശൂരിനോട് പാട്രിയോട്ടിക് ആണോ നിങ്ങൾ? ഇന്ത്യ എന്ന ഒരു വലിയ ഇന്ത്യയല്ല, കേരളം തൃശ്ശൂരിനോടൊരു അത് ഇവിടെ പ്രാഞ്ചിയുടെ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. കുറെ ക്ലാസ് തൃശ്ശൂർക്കാർക്ക് കുട്ടിയുണ്ടെങ്കിൽ
ആരെ വേണമെങ്കിലും ഹാപ്പി ആക്കാൻ പറ്റുന്ന അങ്ങനെ പ്രാഞ്ചിയുടെ സിനിമയ്ക്ക് മുന്നേ വരെ അല്ല അല്ല ശരി. ഞാൻ തൃശ്ശൂരിനോട് ഭയങ്കര ക്രേസ് തുടങ്ങിയത് പുണ്യാളനാണ്. തിയേറ്ററിൽ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ 7 വട്ടം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഈ പുണ്യാളൻ. റിയലി 7 വട്ടം കണ്ടത്. ഞാൻ പിന്നെ 2020 എനിക്കറിയാം 3 വട്ടം പോയിട്ടുണ്ട്. പക്ഷെ ഈ പുണ്യാളൻ രാജ്യയുടെ 2 വട്ടം പോയിട്ട് പുണ്യാളനൊക്കെ ഫസ്റ്റ് കേട്ടോ. സെക്കൻഡ് നല്ലത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ ഫസ്റ്റ് 7 വട്ടം ഞാൻ കണ്ടത്. അപ്പോൾ ആ സിനിമയിൽ ഈ സ്ട്രഗിൾ ചെയ്യണം, പിന്നീട് പോലീസുകാരനാവുന്നു, അവർ സ്ട്രഗിൾ ചെയ്തവരെ പോകും എന്നൊക്കെ ഉള്ളത് കണക്റ്റഡാണ്. തൃശ്ശൂർ ഞാൻ നോക്കുമ്പോൾ കല്യാണ സമയം കാര്യം വിദേശത്ത് പോയി സാധനമൊക്കെ തുടങ്ങിയതല്ല കാശായിരുന്നു. ഇവിടെ വിദേശ കാശ് വന്നതിന് ശേഷം അവരുടെ ബിസിനസ് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ട്രാക്ക്. അപ്പോ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 10 lakhs വിത്തൗട്ട് എനി റിസ്ക് വന്ന് വിളിച്ചു കഴിഞ്ഞാലും ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യും ബിസിനസ് ഈ ഘടകത്തിലാണെങ്കിൽ. ഞാൻ അടുത്ത ചോദ്യം അതിനാണ് ചോദിക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും എബ്രോഡിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ജസ്റ്റ് ഒരു ഫ്രഷ്നറാണ് കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ അതിന്റെ ഫാമിലിയെ പറ്റിട്ടൊക്കെ ഒന്ന് നമ്മുടെ ഓഡിയൻസിനോട് പറയും. മാരീഡ് ആണെന്ന് അറിയുന്നു, പക്ഷെ ഓഡിയൻസിന് അത് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്റെ വൈഫ് ഭയങ്കരയായ വൈഫ്, പിന്നെ ഭയങ്കരയായ മക്കളുണ്ട്. 1.5 വയസ്സ് മറിയുന്നതാൻ കാരണം തന്നെ എന്തായിരിക്കും ഞാൻ മറിയുന്ന പേരിടാൻ കാരണം ചോദ്യം. അങ്ങനെ ഒരു പേര് ഇഷ്ടമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പൊറിഞ്ഞും പറയുന്ന സിനിമയാണ്. ആ സിനിമയിൽ മറിയെന്ന് പറഞ്ഞാൽ ലേഡി ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ തോന്നിയ ഒരു ക്യാരക്ടറാണ് ആ മറിയെന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ ശരിക്കും തൃശ്ശൂരുകാരിയാണ്. തൃശ്ശൂര് വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു തറവാടാണ് ആലപ്പാട് തറവാട് എന്ന് പറയുന്നത്. ഈ തറവാട്ടിലെ അല്ലല്ല അത് നല്ല വലിയൊരു തറവാട്, അതിനേക്കാൾ വലിയൊരു തറവാട്. അപ്പൊ ആലപ്പാട് തറവാട് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ തൃശ്ശൂർക്ക് ഒരു പാരമ്പര്യ ഒരു സെറ്റപ്പുള്ള തറവാട്. ഈ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് തറവാട്ട് പേരുകളൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു മകളാണ് ഇവളുടെ അപ്പൻ്റെ ഒരു പരിചയക്കാരനാണ്. അങ്ങനെ ഇവള് ഭയങ്കര കാശുകാരന്റെ മകളാണ്. അങ്ങനെ ഇവളുടെ അപ്പം ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഭയങ്കര തല്ലേടിയായിട്ട് ഒരു എന്നാൽ വേറെ നെഗറ്റീവായിട്ടൊന്നും ഇല്ല ആ സിനിമയിൽ. ഇവിടെ അങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം. അങ്ങനെയാണ് അറിയേണ്ട മോഡൽ എന്താണെന്ന് ഞാൻ പറയാം. നിനക്ക് ഞാൻ ഈ ഉണ്ടാക്കാൻ കാരണം ഈ ക്യാരക്ടർ അപ്പൊ അവർക്ക് അത് ചിലപ്പോൾ മേ ബി ഇൻഫ്ലുവൻസ് ആവും, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ ആ ലേഡി അവിടെ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ആ പേരിട്ടത്. കല്യാണം ഒന്നും കഴിക്കുന്ന പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കും. അങ്ങനെ കുറച്ച് ക്യാരക്ടർ ഇങ്ങനെ പറയുമ്പോൾ ചെറുപ്പം തൃശ്ശൂർ സ്നേഹിച്ചു കൊടുത്തതിന് എല്ലാ മക്കളും വിദേശത്ത് പോയില്ലേ പോണം തോന്നി കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എമറാൾഡിലേക്ക് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി സെഗ്മെന്റിലേക്ക് വിളിക്കുകയാണെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ലാൽമോളി എന്ന വ്യക്തി എങ്ങനെയായിരിക്കും പരിചയപ്പെടുന്നുണ്ടാവുക? അച്ചീവ്മെന്റ്സ് എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആയാലോ പറയാനൊരു അവസരം നടത്തി പറ്റുന്നത് 5 കൊല്ലം കേട്ട് പറ്റില്ലെങ്കിൽ ഈ വീഡിയോ കുട്ടിമുക്കി വരും. അപ്പൊ അതുകൊണ്ട് ആലോചിച്ച് 1-2 കാര്യങ്ങൾ ആലോചിക്കില്ല. ഞാൻ ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അതായത് ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ബിസിനസ് മാനായി മാറും. ഓൾ ഇന്ത്യ ലെവൽ, അതായത് ഒരു പാൻ ഇന്ത്യ ബിസിനസിന്റെ ഒരു ഓണറായി മാറി. ദെൻ പിന്നെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യണ എല്ലാ ബിസിനസ്സിലും പ്രത്യേകത, അതായത് വേറെ ആരെങ്കിലും ചെയ്യണ പോലെ ആവില്ല. ഒരു USP എപ്പോഴും ഞാൻ കീപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമകാലികമായിട്ടുള്ള പ്രോബ്ലംസിന്റെ സൊല്യൂഷനാണ് ഞാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾക്ക് പ്രശ്നമുണ്ട്, അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അത് ഞാൻ അതിൻ്റെ റൂള്. അപ്പോൾ ഇത് ചെയ്യണോണ്ട് തന്നെ ഓൾ ഇന്ത്യയിൽ കണ്ട ബിസിനസ് ഒക്കെ യൂണീക്ക് ആയിരുന്നു. ദെൻ അതിൻ്റെ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 crore+
ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഡീൽ എങ്ങനെയാണ് പറയാലോ. അതായത് ഞാൻ എന്ത് ബിസിനസ് എനിക്ക് ഇപ്പോള് സ്റ്റാഫ് അല്ലല്ലോ, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഒരു ലെവലാണ്, അസോസിയേറ്റ് ആണ്. അപ്പൊ ആ ലെവലിലൊക്കെയാണ് ഞാൻ ഇവിടെ മനസ്സിൽ കണ്ടിട്ട് ചെയ്യണത്. പക്ഷെ എന്റെ കാര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ബിസിനസ്സുകളുടെ ഭാഗത്ത് വരുമ്പോഴും ഞാൻ സ്പോട്ടിൽ ഒരു 25%, കാരണം എനിക്ക് എക്സ്പെൻസ് ഓഫീസ് മാനേജ് ചെയ്യണം, സ്റ്റാഫ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ 25% ഒന്നുകൂടി 25% സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ആ ഇനി ലാസ്റ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഇതുവരെ അച്ചീവ് ചെയ്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കുമോ? കൊടുക്കുമെങ്കിൽ ഓപ്ഷൻ അല്ലല്ല, ഞാൻ ഓപ്ഷൻ പറഞ്ഞുതരാം. കൊടുക്കും, ക്രെഡിറ്റ് കൊടുക്കുമെങ്കിൽ ഓപ്ഷൻ എ, ക്രെഡിറ്റ് ഒന്നും ആർക്കും കൊടുക്കില്ലെങ്കിൽ ഓപ്ഷൻ ബി. എന്നിട്ട് കൊടുക്കുമോ? ഓ മൈ ഗോഡ്, അങ്ങനെ അറിയാൻ ആൾ ആരാണ്? വൈ ആളുകൾക്ക് ആളാണ് ചോദിച്ചതല്ലേ? അപ്പൊ അത് ശരിക്കും വൈഫൈ എന്ന് പറയാൻ കാരണം വൈഫൈ എന്റെ ജീവിതത്തില് വലിയൊരു മാജിക്കും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു സിനിമ സ്റ്റോറി പോലെ ഒരു കാര്യം ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടില് ബിസിനസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒളിഞ്ഞു എന്നല്ല, പക്ഷെ ഒരു ഇൻകം എനിക്ക് വീട്ടിലേക്ക് ഒരു 10-25 പൈസയായിട്ടും ഒറ്റൊരു 3 വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒരു 1 ഇയർ വന്നു ലൈഫിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് കൂടെ ചെയ്തോളൂ എൻ്റെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ വർക്ക് ചെയ്തൊന്നും കിട്ടില്ല. അപ്പൊ ഒരു ദിവസം അബ്ദുലാമിനെ ഇന്നലെ ഉപദേശിക്കണം, നീ ചെയ്യണ്ട, ഇവരല്ല ലോറി ഓടിക്കാൻ പോകുമ്പോൾ ഞാൻ ലോറി ഓടിച്ചു ലോറി ഡ്രൈവറായിട്ട് പോകുമ്പോൾ ഡെയിലി 2000 വെച്ചിട്ട് മാസം 60,000 കിട്ടും. നീ വീട്ടിലേക്ക് ഒന്നും തന്നില്ല കുഴപ്പമില്ല, ആ 60,000 കൊണ്ട് വീട്ടിൽ ലൈഫ് ബിൽഡ് ചെയ്യാം, അതൊരു 5 കൊല്ലം കഴിഞ്ഞ് കാശാകുമ്പോൾ നീ ബിസിനസ് ചെയ്തോന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് ആക്ച്വലി എൻ്റെ ഓഫീസ് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിനെ അന്വേഷിച്ച് നടക്കാൻ ഈ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് തീരെ കിട്ടുന്നില്ല. ആ സിറ്റുവേഷനിൽ അന്ന് വൈകുന്നേരം ഞാൻ ഒരു 7 മണി ടു നേരത്താണ് ഇൻവെസ്റ്റർ ഈവനിങ് ഫുഡ് കഴിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ മൈൻഡ് ചെറുതായിട്ട് ശരിക്കും അവര് പറയുന്നതിലേക്ക് വന്നു തുടങ്ങി. ചെറുതായിട്ട് കൺസിസ്റ്റന്റ് ലെവലിൽ ഇങ്ങനെ ഡെയിലി പറഞ്ഞോണ്ട് ഫോളോ ചെയ്യുമ്പോൾ ചേഞ്ച് വരില്ല. പറയുന്നത് ശരി അതങ്ങനെ ചെയ്യാം, ആ രീതിയിൽ വന്ന് ചെറുതായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കല്ലേ. അന്ന് വൈകിട്ട് ഇതിന്റെ ഇടയിൽ ഈ സംസാരത്തിന്റെ ഇടയിൽ കോൾ വരാണ്. ആക്ച്വലി ഇവളാണ് പിന്നെ എന്റെ പരിചയം. അപ്പൊ ഇവൾക്കും ഈ എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവൾക്കും ചെറിയ റോൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. അറിയാതെ അല്ലല്ല എന്റെ ബിസിനസ് ഇത്രയും വളർന്നതിന് ആരും ക്രെഡിറ്റിൽ വെച്ച് ഞാൻ ചിലപ്പോൾ ഫീവർ ചെയ്തു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ കണ്ട ആൾക്കാര് വഴിയില് ഞാൻ ഇനി എത്ര കോടികൾ ഉണ്ടാക്കിയാലും അതിന് ഒരു അവസരം കിട്ടിയിട്ട് വലിയ 2 ആൾക്കാര് വരും. അത് ഭയങ്കര സംഭവം. 2 ആൾക്കാർ ഒരാൾ ഇവിടുത്തെ 25% അത് 25%. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് വൈഫിയുടെ കോള് തരാണ്. എനിക്ക് എന്റെ കൂടെ പാർട്ണർഷിപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ഒക്കെ വെച്ചപ്പെടാം. ഭയങ്കര സംഭവമായി. വളരെ പിന്നെ വലിയൊരു ഫണ്ട് എനിക്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല, 5 lakh റേഞ്ചില് ആ ഒരു ടൈമിൽ എന്റെ കയ്യിൽ വരാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതൊരു ബാധ്യതയായിട്ട് വരാല്ല, എന്റെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പായിട്ട് വരണ്ട. അപ്പൊ അതുവരെ ഞാൻ ഉണ്ടാക്കിയ അസറ്റും കാര്യങ്ങളും വെച്ചാൽ 5 lakh കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രക്റ്റായി. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതുവരെ കയറി വന്നത്. അപ്പൊ അതില് ശരിക്കും പറഞ്ഞ വൈഫിക്ക് ജസ്റ്റ് ആ ഒരു ടച്ചിങ് ഉണ്ടോ, ഒരു ബ്ലെസ്സിങ് എന്ന് പറയാം. ഒരുപാട് നല്ല പൈസയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വൈഫി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ഇടയ്ക്കിടയ്ക്ക് മാറും. അതൊക്കെ സ്ഥിരം ഇത് പല പ്ലാനും വിടും, ബി.എഡ് ചേർന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ PhD ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയം പ്ലാൻ എന്തായാലും കഴിയും, അടുത്ത വർഷത്തിൽ ഡോക്ടറേറ്റ് കഴിയും. അപ്പൊ ആ സമയം മുതൽ ഞാൻ എന്തെങ്കിലും ഞാൻ ആ ഉദ്ദേശിച്ച പ്ലാനിനേക്കാളും ചെറിയ പ്ലാനിൽ സ്റ്റക്ക് ആവാൻ പോകുമ്പോൾ വൈഫ് പറയുന്നത് എനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു പ്ലാനല്ല, എന്നാലും യു ഡിസൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും എന്നെ പറ്റി വൈഫിക്ക് എന്നാലും ഇങ്ങനെ ചിത്രം ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈം ഒരുപാടേറെ ഇതിൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് എത്ര നേരം വേണമെങ്കിൽ സംസാരിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഈ എപ്പിസോഡിൽ ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും അതുപോലെ ഞങ്ങളുടെ ബിസിനസ് സ്റ്റോറീസിൻ്റെയും കുറേ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും. നമ്മള് ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്തൊട്ടേ നമ്മളൊക്കെ വർത്താനം പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാണ്ടാവുന്നെങ്കിൽ 5 million സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. അത് അത്രയും മാത്രം